നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മൂവി 2014 പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് മൂവിയാണ്. ജീവിത സാഹചര്യം കൊണ്ട് സങ്കീർണമായ ഒരു യുവാവ് ഒരു മാറ്റത്തിന് വേണ്ടി ഗോവയിലെ കോക്കോ ബീച്ചിലേക്ക് സ്ഥലം മാറുന്നു. അവിടുന്ന് അവൻ ഒരു അയൽവാസി പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്ന് അവിടുന്ന് അരങ്ങേറുന്ന സംഭവങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. ക്ലൈമാക്സിലാണെങ്കിൽ ഒരു ഗംഭീര ട്വിസ്റ്റും കൂടിയുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമ്മൾക്ക് കഥയിലേക്ക് പോകാം. You are watching Film Whisperer and today we are diving into സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കഥാനായകനായ രോഹന്റെ അടുത്തേക്ക് അവന്റെ കൊളീഗായ കരൺ DSPയുടെ കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. കരൺ DSPയോട് ചോദിക്കും, ഞാൻ രോഹന്റെ കാര്യം പറഞ്ഞതിനെ പറ്റി സാറിന് എന്താണ് തോന്നുന്നത്? അപ്പോൾ DSP പറയും, ഞാൻ ഇതുപോലത്തെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കേസ് സോൾവ് ചെയ്തതാണ്, പക്ഷേ രോഹന്റെ കേസിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെയുണ്ട്. കരൺ പറയും, രോഹൻ ഈ കാര്യം ഓർത്ത് ഭയങ്കര അപ്സെറ്റാണ്, സാർ എങ്ങനെയെങ്കിലും ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ അവർ രോഹന്റെ ക്യാബിനിലേക്ക് കയറും. ഇതാണ് രോഹൻ, അവനൊരു ക്രൈം റിപ്പോർട്ടറാണ്. DSP രോഹനോട് പറയും, കരൺ എൻ്റെ അടുത്ത് നിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നിന്റെ അടുത്തുനിന്ന് തന്നെ എനിക്കറിയണം. അങ്ങനെ രോഹൻ അവന്റെ പാസ്റ്റ് പറയാൻ തുടങ്ങും. ഒരു ദിവസം രോഹൻ സോണിയ സിംഗ് എന്ന് പറയുന്ന ആളുടെ മേഡറിനെ പറ്റി ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് കരൺ വന്ന് രോഹനോട് പ്രിയയുടെ കോള് വല്ലതും വന്നായിരുന്നു എന്ന് ചോദിക്കും. പക്ഷേ അവൻ അതിന് അങ്ങനെ ആൻസർ കൊടുക്കില്ല. ഈ പ്രിയ രോഹന്റെ എക്സ് ലവറാണ്. അവൾ ലണ്ടനിലേക്ക് പോയതിനു ശേഷം രോഹനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഡിപ്രഷനിൽ കൂടിയാണ് അവൻ. എടാ മതിയാക്കടാ, അവൾ പോയിട്ട് ഒരു വർഷമായി, ഇന്നേ വരെ അവൾ നിന്റെ കോളിനോ മെസ്സേജിനോ മറുപടി തന്നിട്ടില്ലല്ലോ. അപ്പൊ മനസ്സിലാക്കിക്കൂടെ അവൾക്ക് നിന്നെ വേണ്ട എന്ന്? അപ്പൊ രോഹൻ, ഞാൻ അവളെ മറക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുകയാണെന്ന് പറയും. ഒരു കാര്യം ചെയ്യും, നീ ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിൽക്ക്. കോക്കോ ബീച്ചില്ലേ, അതിന്റെ അടുത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അതിന്റെ ഓണർ അവരുടെ മെയിൻ ഹൗസിൽ തന്നെയാണ് താമസിക്കുന്നത്. നീ അവിടെ കുറച്ച് ദിവസം മാറി നിന്ന് നോക്ക്. അദ്ദേഹത്തിനൊരു മകളും കൂടിയുണ്ട്, പേര് മായ. ഞാൻ അവളെ 1-2 തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ രോഹൻ അവന്റെ ഡോഗായ ബോബിനെയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോകും. ആ പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ട് തന്നെ ഫെരി മുഖേന മാത്രമേ അങ്ങോട്ടേക്ക് എത്താനാകുകയുള്ളൂ. അങ്ങനെ അവൻ അതിലേക്ക് കയറും. അവൻ അവന്റെ ക്യാമറ എടുത്ത് അവിടെ കണ്ട കാഴ്ചകളെല്ലാം ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണും. അതാണ് മായ. മായയെ കണ്ടപ്പോൾ അവൾ അറിയാതെ അവൻ കുറച്ച് ഫോട്ടോസ് എടുക്കും. പ്രസന്റിൽ അവൻ DSPയോട് പറയും, അവൾ സാധാരണ പെൺകുട്ടി ആയിരുന്നില്ല. എന്നിട്ട് അവൻ എഗെയിൻ പാസ്റ്റ് പറയാൻ തുടങ്ങും. രോഹൻ അവന്റെ വണ്ടി എടുത്ത് ഇരുടു പിടിച്ച് കാട് നിറഞ്ഞ ഭീതി പരത്തുന്ന വഴിയിലൂടെ ഔട്ട് ഹൗസിലേക്ക് പോകും. അവിടെ എത്തിയ ശേഷം രോഹൻ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അവിടെ ഒരു അങ്കിൾ ഉണ്ടാകും. അവൻ അങ്ങോട്ടേക്ക് ഹലോ എന്ന് പറയും. പക്ഷെ അയാൾ അവനോട് തിരിച്ച് മറുപടി ഒന്നും പറയില്ല. അങ്ങനെ അവൻ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഉണ്ടാകും അവൻ നേരത്തെ കണ്ട പെൺകുട്ടി, അതായത് മായ. അവൾ ഒരു കുഞ്ഞു മുതലേ തലോടി കൊണ്ടിരിക്കുന്നുണ്ടാകും. അത് കണ്ട രോഹൻ പെട്ടെന്ന് പേടിച്ചു പോകും. മായ പറയും, നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ പെറ്റാണ്. നിങ്ങൾക്ക് പെറ്റുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിച്ചത്? ഇത് വെറും 2 മാസം പ്രായമുള്ള മുതലക്കുഞ്ഞാ. ഇതിനെന്തോ കാര്യമായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ മരിക്കുമായിരുന്നു. നിങ്ങളാണ് ഇവിടുത്തെ ഓണറിന്റെ മകൾ? അപ്പൊ മായ അതെ എന്ന് പറയും. രോഹൻ പറയും, കരണാണ് എനിക്ക് പ്ലേസ് സജസ്റ്റ് ചെയ്തത്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അപ്പൊ മായ പറയും, ചിലപ്പോൾ എന്നെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതാണ് നിങ്ങളുടെ ഔട്ട് ഹൗസ്. രോഹൻ അങ്ങോട്ടേക്ക് പോകും. മായക്ക് അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ചെറിയ ഇഷ്ടം തോന്നും. അങ്ങനെ അവൻ ഔട്ട് ഹൗസിന്റെ മുമ്പിലെത്തും. അതാണെങ്കിൽ പ്രേതാലയം പോലെ മൊത്തം മാറാലയും പൊടിയും ഒക്കെ പിടിച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാകും. അകത്ത് കയറി രോഹൻ അവിടേക്ക് വൃത്തിയാക്കി സാധനങ്ങളെല്ലാം അടുക്കി വെക്കും. പോരാത്തതിന് അവിടെ കറണ്ടും ഉണ്ടാകില്ല. അങ്ങനെ രോഹൻ കറണ്ടിന് ഇതെന്താ പറ്റിയതെന്ന് നോക്കാൻ വേണ്ടി ഫ്യൂസ് ബോക്സിന്റെ അടുത്തേക്ക് ഒരു സ്റ്റൂൾ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തു കൊണ്ട് കയറും. അപ്പോഴേക്കും സ്ക്രൂ ഡ്രൈവർ താഴേക്ക് വീഴും. അവനാണെങ്കിൽ ഏക്രോഫോബിയ ഉണ്ട്, അതായത് ഫിയർ ഓഫ് ഹൈറ്റ്. അവന് ഹൈറ്റ് പേടിയായതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നും. പിന്നെ അവൻ താഴെ പോയി സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ നിൽക്കാതെ റൂമിലേക്ക് പോയി ഒരു കാൻഡിൽ കത്തിക്കും. എന്നിട്ട് അവൻ അവന്റെ അച്ഛന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്ത് ടേബിളിൽ വെക്കും. അതേസമയം ലൈറ്റ് കത്തുകയും കെടുകയും ചെയ്യുന്നുണ്ടാകും. ഇതെന്താ ഈ സംഭവിക്കുന്നതെന്ന് രോഹൻ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അതിലൂടെ ഒരു രൂപം പോകുന്നത് അവൻ കാണും. അവൻ പേടിച്ചൊരു വടിയെടുത്ത് അതാരാണെന്ന് നോക്കുമ്പോഴുണ്ടാകും മായ. അവൾ ഫ്യൂസ് ബോക്സിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും. മായ രോഹനോട് പറയും, ഞാൻ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൻ നാളെ വരികയുള്ളൂ. പെട്ടെന്ന് അവൾ അവിടുന്ന് വീഴാൻ പോകും. അന്നേരം രോഹൻ പോയി അവളെ പിടിക്കും.
അപ്പൊ മായ താങ്ക്സ് റോണി എന്ന് പറയും. ഈ റോണി അവന്റെ നിക്നെയിമാണ്. നിനക്കെങ്ങനെ എന്റെ പേരറിയാം? എനിക്കതിന് നിങ്ങളുടെ പേരൊന്നും അറിയില്ലല്ലോ. പിന്നെ നീ റോണി എന്ന് എന്നെ വിളിച്ചതോ? അപ്പൊ അവൾ പറയും, ഏയ് ഞാൻ നിങ്ങളുടെ പേരൊന്നും വിളിച്ചിട്ടില്ല മിസ്റ്റർ റോണി. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്റെ പേരറിയാനുള്ള ട്രിക്കാണെങ്കിൽ എന്റെ പേര് മായ. നിനക്കപ്പോ എന്റെ പേരറിയാമല്ലേ? നിങ്ങളല്ലേ ഇപ്പൊ നിങ്ങളുടെ പേര് റോണി എന്ന് എന്നോട് പറഞ്ഞത്. ശരിക്കും നിങ്ങളുടെ കിളി പോയോ? ആ സീൻ അവിടെ കട്ടാകും. വീട്ടിലെത്തിയ മായ അവളുടെ ചേച്ചിയോട് രോഹനെ കണ്ടതും അവനോട് ഇഷ്ടം തോന്നിയതും അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് പറയും. പിറ്റേ ദിവസം രോഹൻ കതകിനാരോ തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഡോറ് തുറന്ന് നോക്കും. അപ്പൊ അത് ഇലക്ട്രീഷ്യൻ ആയിരിക്കും. രോഹൻ അവനോട് നീ എത്ര കാലമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, ഞാൻ കുഞ്ഞുനാള് തൊട്ടേ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛനും ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. മായയെ നിനക്ക് എത്ര കാലമായിട്ടറിയാം? അപ്പൊ അവൻ പറയും, എനിക്കവരെ 3 വർഷമായിട്ടറിയാം. ഷീസ് എ നൈസ് ലേഡി. അവരുടെ അച്ഛൻ പാരലൈസ്ഡ് ആയത് തൊട്ടേ അവർ ഇവിടെ തന്നെയാണ്. പിന്നെ അവർക്കൊരു ചേച്ചിയും കൂടെയുണ്ട്. അവർ ഡൽഹിയിലോ മറ്റോ ആണ്. രോഹൻ എന്നിട്ട് മായയെ കാണാൻ വേണ്ടിയിട്ട് മായയുടെ വീട്ടിലേക്ക് പോകും. അവൻ അവളുടെ വീടിനകത്ത് കയറി മായയെ അന്വേഷിക്കും. പക്ഷെ അവളെ അവിടെ എങ്ങും കാണില്ല. അന്നേരം അവൻ അവിടെ മായയുടെ ഒരു ഫോട്ടോ കാണും. അത് എടുത്തിട്ട് നോക്കുമ്പോഴുണ്ടാകും മായയുടെ അച്ഛൻ അവിടെ ഇരുന്ന് അവനെ നോക്കുന്നു. മായയുടെ അച്ഛനെ കണ്ട രോഹൻ സോറി, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ വെപ്രാളത്തിൽ പറഞ്ഞ് പിറകോട്ടേക്ക് നടക്കും. അന്നേരം അവൻ പിറകിലുണ്ടായ മായയെ തട്ടും. അപ്പൊ അവളുടെ കയ്യിലുണ്ടായ ഫ്രൂട്ട്സ് ഒക്കെ നിലത്ത് വീഴും. അവൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും എന്റെ വീട്ടിലേക്ക് വന്നത്? ഇലക്ട്രീഷ്യനോട് വരാൻ പറഞ്ഞതിന് താങ്ക്സ് പറയാൻ വന്നതാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഡിന്നർ നമ്മളുടെ കൂടെ ആയാലോ? നിങ്ങൾ വരുമോ? അപ്പൊ രോഹൻ എന്ന് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അത് കേട്ട മായക്ക് ഭയങ്കര സന്തോഷമാകും. ആ സീൻ അവിടെ കട്ടാകും. കഴിഞ്ഞ സീനിൽ രോഹന് ഹൈറ്റ് പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അത് കാണിക്കാൻ അവൻ അറിയാവുന്ന ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. അവൻ സൈക്യാട്രിസ്റ്റിനോട് പറയും, എനിക്ക് മുമ്പൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ. മാത്രമല്ല എന്റെ കുടുംബത്തിലെ ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതങ്ങനെ ഫാമിലിയിൽ നിന്ന് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വരാം. പിന്നെ നീയും പ്രിയും ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായില്ലേ, അതിൻ്റെയൊക്കെ സ്ട്രെസ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടാകുക. അത് കുഴപ്പമില്ല. നീ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുക, എന്നിട്ട് ചില്ലാകുക. അപ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. മറുഭാഗത്ത് മായ രോഹന്റെ ഔട്ട് ഹൗസിൽ കയറിയിട്ട് അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിടും. അവിടെയുള്ള ഓരോ സാധനവും തൊട്ടു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകും. കൂടാതെ കഴിഞ്ഞ ദിവസം രാത്രി രോഹൻ വെച്ച അവന്റെയും അവന്റെ അച്ഛന്റെയും ഫോട്ടോ അവൾ എടുത്തു നോക്കും. പെട്ടെന്ന് അവളുടെ കൈ അവിടെയുള്ള കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ തട്ടി അതിൽ നിന്നൊരു പ്രിന്റ് വരും. നോക്കുമ്പോൾ അത് അവളുടെ ഫോട്ടോ ആയിരിക്കും. ആ പ്രിന്റ് കണ്ടപ്പോൾ മായ വിചാരിക്കും രോഹൻ അവളെ ഇഷ്ടമാണെന്ന്. മായ ആ സന്തോഷത്തിൽ ഓടിപ്പോയി ഫോണിൽ അവളുടെ ചേച്ചിയെ വിളിച്ചിട്ട് രോഹൻ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും തന്റെ ഫോട്ടോസ് എല്ലാം അവന്റെ സിസ്റ്റത്തിൽ ഉണ്ടെന്നും തന്നെ ഇഷ്ടമായത് കൊണ്ടാണ് അവൻ തന്നെ ഫോളോ ചെയ്ത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ആയതുമെന്നൊക്കെ പറയും. അടുത്ത സീനിൽ രോഹൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഓരോ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടാകും. അപ്പൊ പെട്ടെന്ന് അവൻ മായ ഊഞ്ഞാലാടുന്നത് കാണും. മായ അവൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോകും. രോഹൻ അവളോട് നീ ഇന്ന് എൻ്റെ കൂടെ പാർട്ടിക്ക് വരുന്നോ എന്ന് ചോദിക്കും. ഒരുപാട് ലേറ്റ് ആകുമോ? കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ഒറ്റക്കാണ്. അപ്പൊ രോഹൻ പറയും, അത് കുഴപ്പമില്ല, നിനക്ക് എപ്പോൾ തിരിച്ചു വരാൻ തോന്നുന്നോ അന്നേരം ഞാൻ നിന്നെ കൊണ്ടാക്കാം. അങ്ങനെ അവൾ അതിനോക്കെ പറയും. അന്ന് മായ അവളുടെ ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ രോഹന്റെ കൂടെ ഇന്ന് രാത്രി ഡേറ്റിന് പോകുകയാണെന്ന് പറയും. മറുഭാഗത്ത് കരൺ ഫോണിലൂടെ രോഹനോട് മായയുടെ കൂടെ ഡേറ്റിന് പോകുന്നതാണോ എന്ന് ചോദിക്കും. അപ്പൊ രോഹൻ അല്ല, എനിക്ക് അവളുമായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അവൾ എന്തോ ഒരു ടൈപ്പാണ്, പക്ഷെ ആള് ക്യൂട്ടാണ്. എന്നാൽ ഞാൻ പോട്ടെ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുമ്പോഴുണ്ടാകും ഇന്നലെ അവൻ ടേബിളിൽ വെച്ച അവൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോ അവിടെ നിന്ന് മിസ്സായതവൻ ശ്രദ്ധിക്കുക. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ അങ്ങനെ മായയും രോഹനും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടുത്തെ ബാർടെൻഡേഴ്സ് ഒക്കെ രോഹന്റെയും പ്രിയയുടെയും ഫ്രണ്ട്സ് ആണ്. പാർട്ടിക്കിടയിൽ മായ റെസ്റ്റ് റൂമിൽ പോയിട്ട് ചേച്ചി ഞാൻ ഇന്ന് എന്തായാലും രോഹനോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് അവൾ സ്വയം പറയും. മറുഭാഗത്ത് രോഹൻ അവന്റെ എക്സ് ലവറായ പ്രിയയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ നാൻസിയെ കണ്ടുമുട്ടും. നാൻസി പറയും, നീ എന്നോട് മിണ്ടണ്ട, കാരണം എന്റെ ചേച്ചിയായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നീ എന്നോടും കമ്പനി ഇല്ലാതായി. അപ്പൊ രോഹൻ പറയും, അത് വേറൊന്നുമല്ല, നിന്നെ കാണുകയും മിണ്ടുകയും ചെയ്യുമ്പോൾ പ്രിയയുടെ കൂടെയുള്ള കാര്യങ്ങൾ ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ നിന്റെ നമ്പറൊക്കെ കളഞ്ഞത്. നീ എന്തായാലും നിന്റെ നമ്പർ താ,
അങ്ങനെ അവർ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടുന്ന് ഡാൻസ് ഒക്കെ ചെയ്യും. അതേസമയം മായ റെസ്റ്റ് റൂമിൽ നിന്ന് രോഹന് പ്രൊപ്പോസ് ചെയ്യാൻ വരുമ്പോൾ നാൻസിയും രോഹനും ഡാൻസ് ചെയ്യുന്നതാണ് കാണുക. അത് കണ്ട മായക്ക് വല്ലാണ്ട് ഹേർട്ടാകും. അടുത്ത സീനിൽ പാർട്ടി കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ മായയുടെ ഫേസ് കണ്ട് രോഹൻ നിനക്ക് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ മായ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം അവൻ അവൾക്കൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവളുടെ മൂഡ് ഓക്കെ ആക്കും. അതേസമയം പുറത്ത് നല്ല കാറ്റും മഴയുമായിരിക്കും. അങ്ങനെ അവർ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവരുടെ വണ്ടി ഒരു സ്കൂട്ടറിൽ തട്ടി ആക്സിഡന്റ് ആകും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് താഴെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന വണ്ടിയും ആളെയുമാണ്. താഴേക്ക് നോക്കുമ്പോൾ രോഹന് ഹൈറ്റ് പേടി ആയതുകൊണ്ട് തന്നെ അവന് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയം തല കറങ്ങുന്നത് പോലെയും ഉണ്ടായിരുന്നു. അവൻ മായയോട് എനിക്ക് ഹൈറ്റ് പേടിയാണ്, അതുകൊണ്ട് നീ ഒന്ന് താഴെ പോയി നോക്കെന്ന് പറയും. അപ്പോൾ മായ കുഴപ്പമില്ല, ഞാനൊരു നേഴ്സാണ്, ഞാൻ ഇത് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവൾ താഴേക്ക് പോകും. അവൾ പോയി നോക്കുമ്പോൾ കാണുന്നത് ബാറിൽ നിന്ന് കണ്ട നാൻസി ആയിരിക്കും. പെട്ടെന്ന് തന്നെ അവൾ CPR കൊടുക്കാൻ നോക്കും. പക്ഷേ അപ്പോഴേക്കും നാൻസി മരിച്ചിട്ടുണ്ടാകും. മറുഭാഗത്ത് രോഹൻ പേടിച്ച് വെപ്രാളത്തിൽ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ടാകും. മായ രോഹനോട് പറയും ഞാൻ എൻ്റെ മാക്സിമം നോക്കി അവളെ രക്ഷപ്പെടുത്താൻ, പക്ഷെ എനിക്ക് പറ്റിയില്ല, അവൾ മരിച്ചു. ഇനി എന്തായാലും ഇവിടെ അധികം നിൽക്കേണ്ട, നമ്മൾക്ക് പോകാം. അപ്പൊ രോഹൻ പറയും നീ എന്തൊക്കെ പറയുന്നേ, ഇത്രയൊക്കെ നടന്നിട്ടും നമ്മൾ എങ്ങനെ ഇവിടുന്ന് പോകുക? മായ പറയും നോക്ക്, പോലീസ് ഈ കാര്യം അറിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാകും. ഒന്നാമത് നീയാണെങ്കിൽ കുടിച്ചിട്ടുമുണ്ട്, നമ്മൾക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവൾ അവിടുന്ന് പോകും. പക്ഷെ അപ്പോഴും രോഹൻ ആ മരിച്ചത് നാൻസിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാകില്ല. മായ അത് പറഞ്ഞതുമില്ല. വീട്ടിലെത്തിയ രോഹൻ ഞാൻ അവളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കരയും. അപ്പൊ മായ പറയും നീ ഒന്ന് സമാധാനിക്കേ, അവളുടെ ഭാഗത്താണ് തെറ്റ്, അവളാണ് സ്പീഡിൽ വന്ന് നമ്മളുടെ വണ്ടിയിൽ ഇടിച്ചത്. അന്നേരം രോഹൻ പറയും നമ്മൾക്ക് വേഗം പോലീസുകാരുടെ അടുത്ത് പോയിട്ട് നടന്നതെല്ലാം തുറന്നു പറയാം. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ തന്നെ നീ ആ സമയത്ത് കുടിച്ചത് കൊണ്ട് ഇതൊരു മേർഡർ ആയിട്ടേ കണക്കാക്കുകയുള്ളൂ, നമ്മളെ അവർ അറസ്റ്റ് ചെയ്യും. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് പിന്നെ ആരാ ഉള്ളത്? പക്ഷേ രോഹൻ അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയണമെന്ന് തന്നെയായിരിക്കും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം മായ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ട് രോഹനോട് പറയും നീ എന്തെങ്കിലും കഴിക്ക്, ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ അവൻ പറയും എനിക്കൊന്നും വേണ്ട, നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. ഇന്ന് കരൺ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് നാൻസി എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് ഇന്നലെ ആക്സിഡന്റ് പറ്റിയതെന്നാ. അത് കേട്ട് രോഹൻ ഞെട്ടും. അവൻ കുറ്റബോധം കൊണ്ട് കരഞ്ഞ് നിലവിളിക്കും. അവൻ ആ ദിവസം ഓഫീസിലേക്ക് നാൻസി ഇടിച്ച് അവന്റെ കാർ എടുക്കാതെയായിരിക്കും പോകുക. ഓഫീസിലെത്തിയ രോഹനോട് കരൺ പറയും ഇന്നലത്തെ നാൻസിയുടെ ആക്സിഡന്റ് കേസില്ലേ, അതിന്റെ ആർട്ടിക്കിൾ നീ തന്നെ ചെയ്യണം. എനിക്കറിയാം ഇത് നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് കേസാണ്. അപ്പോൾ രോഹൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പറയും ഇത് വേറെ ആർക്കെങ്കിലും ഏൽപ്പിക്ക്, ഞാൻ സോണിയുടെ മേർഡർ കേസിൻ്റെ ആർട്ടിക്കിൾ എഴുതുന്ന തിരക്കിലാണ്. മാത്രമല്ല ചീഫ് ഇൻസ്പെക്ടർ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് അധികം ഡിലേ ആക്കാൻ പറ്റില്ല. കരൺ പറയും നിനക്കിതെന്ത് പറ്റി? 4 വർഷമായി നീ എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇന്നേ വരെ നീ ലേറ്റായിട്ട് ഓഫീസിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അന്നേരം രോഹൻ അതിൻ്റെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയി, പിന്നെ എനിക്ക് ടാക്സി ഒന്നും കിട്ടിയില്ല, അതാണ് ലേറ്റ് ആയതെന്ന് പറയും. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യും, തൽക്കാലം എൻ്റെ കാർ എടുത്തിട്ട് ഇന്നലെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോ. സോണിയുടെ കേസ് ഞാൻ എന്തായാലും ചീഫ് ഇൻസ്പെക്ടറോട് സംസാരിച്ചോളാം. ഇനിയിപ്പോൾ ചീഫ് ഇൻസ്പെക്ടർ സമ്മതിച്ചില്ലെങ്കിൽ ഞാനത് മിനിസ്റ്ററോട് പറഞ്ഞോളാം. മുമ്പൊരിക്കൽ മിനിസ്റ്ററുടെ മകന്റെ വണ്ടി സ്കൂൾ ബസ്സിൽ ഇടിച്ചപ്പോൾ നമ്മളുടെ ന്യൂസ് പേപ്പർ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. നമ്മളുടെ സപ്പോർട്ട് അവർക്കന്ന് കിട്ടിയത് കൊണ്ടാണ് ഇന്നും അവരുടെ ഡിഗ്നിറ്റി അതുപോലെ നിൽക്കുന്നത്. സോ നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് മിനിസ്റ്ററുടെ കടമയാണ്. നീ അതോർത്ത് പേടിക്കണ്ട. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ രോഹൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ എത്തിയ രോഹന് ഇന്നലെ നടന്നതെല്ലാം ഓർമ്മ വരും. ആ സമയം ഇൻസ്പെക്ടർ മോസസ് എന്തെങ്കിലും ലീഡ് കിട്ടിയോ, ഇടിച്ചത് ട്രക്കാണോ ബസ്സാണോ അതോ വേറെ എന്തെങ്കിലും വണ്ടിയാണോ എന്ന് ചോദിക്കും. രോഹൻ പറയും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അല്ലാതെ ഞാനല്ല. അപ്പോൾ മോസസ് പറയും എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അയാൾ വണ്ടി ഓടിച്ചത് കെയർലെസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അയാൾ കുടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നാണ് ആക്സിഡന്റിന് കാരണമായത്. എന്തായാലും ഞാനിതാരാ ചെയ്തതെന്ന് പുറത്തേക്ക് കൊണ്ടുവരും.
എന്നാൽ രോഹൻ അതിന് മറുപടി പറയാതെ അവിടുന്ന് പോകും. രോഹൻ നേരെ ഔട്ട് ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ അവന്റെ കാറ് കാണില്ല. എന്നിട്ട് അവൻ മായയുടെ അടുത്ത് പോയിട്ട് അവന്റെ വണ്ടി എവിടെ എന്ന് പേടിച്ചുകൊണ്ട് ചോദിക്കും. അപ്പൊ മായ, നീ എന്താ ഈ ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കും. രോഹൻ പറയും, നാൻസിയുടെ സ്കൂട്ടറിൽ ഇന്നലെ എൻ്റെ വണ്ടിയുടെ പെയിന്റ് ആയിട്ടുണ്ട്. എൻ്റെ വണ്ടി എങ്ങാനും പോലീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിലിലായിരിക്കും. അന്ന് രാത്രി നീ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. മര്യാദയ്ക്ക് പോലീസുകാരോട് എല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ മായ നിന്റെ കാർ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഒരു ലേക്കിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾ അതിലേക്ക് ചാടും. അപ്പോഴവനും ചാടും. അപ്പൊ രോഹൻ നോക്കുമ്പോഴുണ്ടാകും വെള്ളത്തിന്റെ അടിയിൽ അവന്റെ വണ്ടി. രോഹൻ മായയോട് പറയും, നീ എന്തൊക്കെ ഈ കാണിച്ച് കൂട്ടുന്നേ? നീ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇപ്പോഴും വൈകിട്ടില്ല. നമ്മൾക്ക് പോലീസുകാരോട് നടന്ന കാര്യങ്ങളെല്ലാം പറയാം. പക്ഷെ മായ അതിന് മറുപടി ഒന്നും പറയില്ല. അപ്പോഴവൻ, ഇത്രയും സംഭവിച്ചിട്ടും നിനക്കൊരു കുലുക്കവുമില്ലേ? ഒരു ഫീലിങ്സ് പോലുമില്ലേ? മായ പറയും, ഞാൻ ഇതൊക്കെ ചെയ്തത് നമ്മളെ തന്നെ സേവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കരയും. അപ്പൊ രോഹൻ, ഇവളെന്താ ഈ പറയുന്നതെന്ന മട്ടിലായിരിക്കും. അടുത്ത സീനിൽ രോഹൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവന്റെ വണ്ടി മിസ്സായെന്നും വണ്ടിയുടെ കളർ ഗ്രേ ആണെന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ രോഹൻ നാൻസിയുടെ ഫ്യൂണറിന് പോകും. അപ്പൊ അവിടെ പ്രിയയും ഉണ്ടാകും. പ്രിയയുടെ നാൻസിയുടെ പേരൻസ് ഓൾറെഡി മുമ്പേ ആക്സിഡന്റിൽ മരിച്ചതാണ്. ആ സമയം നേരത്തെ കണ്ട ഇൻസ്പെക്ടർ മോസസ് വന്നിട്ട്, നിന്റെ കാർ മിസ്സായെന്ന് കേട്ടല്ലോ. അന്ന് നാൻസി അടിച്ച വണ്ടിയുടെ കളറും ഗ്രേ ആണ്. എവിഡൻസ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. അതൊക്കെ കേട്ട് രോഹന് പേടി വരും. അടുത്ത സീനിൽ പ്രിയ രോഹനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഔട്ട് ഹൗസിലേക്ക് പോകും. അപ്പൊ അവിടെ മായയെ പ്രിയ കാണും. പ്രിയ മായയോട്, രോഹൻ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, ഞാൻ അവന്റെ ഫ്രണ്ടാണ്. അപ്പൊ മായ, രോഹൻ അവിടെ ഇല്ല എന്ന് പറയും. അന്നേരം പ്രിയ ഓക്കെ എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ രോഹൻ അവിടുന്ന് പ്രിയയെ വിളിക്കുന്നുണ്ടാകും. അതോടെ മായ കള്ളം പറഞ്ഞതാണെന്ന് പ്രിയക്ക് മനസ്സിലാകും. പ്രിയ രോഹനോട് പറയും, എനിക്കിപ്പോഴും നാൻസി മരിച്ചെന്ന കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള പോലീസുകാരൊന്നും ഈ കേസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. അവർക്കെല്ലാം കേസ് പോലെ ഇത് ജസ്റ്റ് ഒരു കേസ് മാത്രമാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഞാൻ എന്തായാലും കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കും. പോലീസ് പറഞ്ഞത് ആക്സിഡന്റ് സമയത്ത് നാൻസിക്ക് പറ്റിയ ഇഞ്ചുറി അത്ര സീരിയസ് അല്ലായിരുന്നു എന്നാ. അപ്പോൾ തന്നെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെടുമായിരുന്നു. രോഹൻ, നീ ഒരു അറിയപ്പെടുന്ന ക്രൈം റിപ്പോർട്ടർ അല്ലേ? അതുകൊണ്ട് നിന്നെ കൊണ്ട് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നീ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി പോലീസുകാരെ പ്രഷറൈസ് ചെയ്യണം. അപ്പൊ രോഹൻ, അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന് പറയും. ഇതൊക്കെ മായ മറുഭാഗത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടാകും. അങ്ങനെ പ്രിയ രോഹന്റെ അടുത്ത് നിന്ന് തിരികെ കാറിലൂടെ പോകുമ്പോൾ മായ അവളുടെ അച്ഛനെയും കൂട്ടിയിട്ട് അതിലൂടെ വരുന്നുണ്ടാകും. അവൾ എന്തൊക്കെയോ അർത്ഥത്തിൽ പ്രിയയെ നോക്കിക്കൊണ്ട് ബായ് എന്ന് പറയും. പ്രിയ പെട്ടെന്ന് നോക്കുമ്പോൾ അവളുടെ വണ്ടിയുടെ ബ്രേക്ക് കിട്ടില്ല. അവളുടെ വണ്ടി നേരെ പോയി മരത്തിനിടിക്കും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ മോസസ് പ്രിയയോട് പറയും, നീ പറയുന്നത് നിന്റെ കാറിന്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം ഇളക്കിയതെന്നാണോ? പക്ഷേ നിനക്കാണെങ്കിൽ ഒരു പരിക്കും പറ്റിയിട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ കാർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ കാർ ഓൾറെഡി ഗ്യാരേജിൽ അയച്ചു. ഓ, വെരി സ്ട്രേഞ്ച്. നീ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടും അത് നേരെ പോലീസിന് കംപ്ലൈന്റ് ചെയ്യാതെ കാറ് കൊണ്ടുപോയി ഗ്യാരേജിൽ കൊണ്ടു കൊടുത്തു. അത് വിട്. നിനക്കുറപ്പാണോ നാൻസിയുടെ മരണം ഒരു ആക്സിഡന്റ് ആണെന്ന്? പക്ഷേ എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ മോസസ് പറയും, ഈ വീട് നല്ലുണ്ടല്ലോ, ഇത് ആരുടെയാ? പ്രിയ പറയും, ഈ വീട് നാൻസിയുടെ 18th ബർത്ത്ഡേക്ക് അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ് ആണ്. അന്നേരം മോസസ് ചോദിക്കും, നാൻസി എന്തായാലും മരിച്ചല്ലോ, ഇനി ഈ വീട് ആർക്കാ? അപ്പൊ പ്രിയ എനിക്കെന്ന് പറയും. അപ്പൊ മോസസ് എന്തൊക്കെയോ മീനിങ്ങിൽ പറയും. അതിന്റെ അർത്ഥം ഇന്നലെ രാത്രി മുതൽ ഈ വീട് നിന്റെയാണെന്നല്ലേ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? അന്നേരം മോസസ് പറയും, ഞാൻ ഉദ്ദേശിച്ചത് നാൻസി ആരോ കൊന്നതാണെന്നാ. എന്നിട്ട് അയാളുടെ നമ്പർ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് പറയും, ഇതാണ് എൻ്റെ നമ്പർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ നാൻസി രോഹനോട് പറയും, ശരിക്കും പോലീസ് നാൻസിയുടെ കൊലപാതകിയുടെ പിറകെയാണോ അതോ എൻ്റെ പിറകെയാണോ? അപ്പൊ രോഹൻ പറയും, നാൻസിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അവർ നിന്നെയും ചേസ് ചെയ്യുന്നത്. കാരണം നാൻസി മരിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാകുന്ന വ്യക്തി നീയാണ്. അന്നേരം പ്രിയ പറയും, എനിക്കൊന്നും വയ്യ ഇത് സഹിക്കാൻ, ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ സമയം മോസസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഫോറൻസിക് റിപ്പോർട്ട് വന്നു.
അതിൽ പറയുന്നത് നാൻസി ആക്സിഡന്റ് കാരണമല്ല മരിച്ചത്. ആക്സിഡന്റിന് ശേഷം ആരോ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്നാണ്. മിസ് പ്രിയ, നിങ്ങൾ എപ്പോഴാണ് ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തിയത്? നാൻസി മരിക്കുന്ന തലേ ദിവസമല്ലേ? നൗ ലിസൺ, എന്റെ റിട്ടേൺ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ സിറ്റി വിട്ട് പോകാൻ പറ്റില്ല, മനസ്സിലായോ? മായ ഇതൊക്കെ ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാകും. അടുത്ത സീനിൽ രോഹൻ മായയുടെ അടുത്ത് പോയിട്ട് പറയും, ഇന്ന് ഞാൻ ഇൻസ്പെക്ടർ മോസസിനെ കണ്ടു. ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നത് ആരോ നാൻസിയെ കൊന്നെന്നാണ്. അപ്പൊ മായ എന്തോ ടെൻഷൻ അടിക്കുന്നത് പോലെ പറയും, അതെങ്ങനെ? അതൊരിക്കലും പോസിബിൾ അല്ല. നാൻസി മരിച്ചത് ആക്സിഡന്റിൽ തന്നെയാണ്. അയാൾ കള്ളം പറയുന്നതാണ്. അല്ല, ആരാ ഈ പ്രിയ? അവൾക്കെന്താ നീയുമായിട്ട് കാര്യം? നീ എന്തിനാ അവളെ എപ്പോഴും കാണാൻ പോകുന്നേ? ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ ആരൊക്കെ കാണുന്നോ അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്. നീ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അപ്പൊ മായ അവനോട് പ്രിയയെ ഇനി കാണാൻ പോകരുതെന്ന് പറയും. എനിക്കത് പറ്റില്ല, ഞാൻ എന്തായാലും പോകും. അന്നേരം മായ ദേഷ്യത്തിൽ എന്തൊക്കെയോ പ്രിയയെ പറയും. അത് കേട്ട രോഹൻ അവളെ അടിക്കും. മായ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകും. അടുത്ത സീനിൽ കരൺ രോഹനോട് പറയും, നാൻസിക്ക് ആക്സിഡന്റിന് ശേഷവും ജീവനുണ്ടായിരുന്നു. അതിനുശേഷം അവളെ ആരോ കൊന്നെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. രോഹൻ പറയും, എനിക്ക് തോന്നുന്നത് അവളെ വണ്ടി ഇടിച്ച ആൾ അവിടെ ഇട്ടിട്ട് പോയി. ശേഷം അവിടെ വന്ന കൊലയാളി ആ സിറ്റുവേഷൻ യൂസ് ചെയ്തു. അവിടെ വെച്ച് അവളെ കൊന്നു. ചിലപ്പോൾ അന്ന് രാത്രി അവൾ പാർട്ടിക്ക് വന്ന ദിവസം കൊലയാളി അവളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ എഴുതിയാൽ ഇറ്റ് വിൽ ബിക്കം എ ഗ്രേറ്റ് സ്റ്റോറി. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം അവൻ അതിന്റെ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യും. അവൻ ആ സമയത്ത് മായയെ വിളിച്ചിട്ട് ഡിന്നർ ഒരുമിച്ച് കഴിച്ചാലോ എന്ന് ചോദിക്കും. അതെന്താ നീ ഇന്ന് രാത്രി കഴിച്ചാലോ എന്ന് ചോദിച്ചത്? അപ്പൊ അവൻ ഒന്നുമില്ല എന്ന് പറയും. നാളെ എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഇന്ന് ഡിന്നർ ഒരുമിച്ച് കഴിക്കാമെന്ന് നീ ചോദിച്ചത്. എനിക്കറിയാം, നീ കള്ളം പറയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ നീ നൈറ്റ് വീട്ടിലേക്ക് വാ. രോഹൻ ഓക്കേന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ആ സമയം പ്രിയ അവിടെ വന്നിട്ട് പറയും, മോസസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിറ്റ്നസിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നീ ഒന്ന് എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ വരാമോ? അങ്ങനെ അവൻ അവളുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോകും. മറുഭാഗത്ത് രോഹൻ ഡിന്നറിന് വരുന്നതും പ്രതീക്ഷിച്ച് മായ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ടാകും. ഇപ്പുറത്തെ മോസസ് വിറ്റ്നസിനോട് നീ അന്ന് ഏത് കാറാണ് കണ്ടതെന്ന് ചോദിക്കും. അത് നോർമൽ കാറല്ല, ഒരു വലിയ കാറായിരുന്നു. ആ സമയം വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിലൊരു ആണും ഒരു പെണ്ണുമായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടാൽ ഏകദേശം ദാ ഇവരെ പോലെ തന്നെ. ആക്സിഡന്റിന് ശേഷം ഇടിച്ച ആളെ അവൻ താഴെ പോയി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് ആരാതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. രോഹനാണെങ്കിൽ അതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടാകും. മോസസ് അപ്പോൾ വിറ്റ്നസിനോട് കൂടെയുള്ള ആ പെണ്ണോ എന്ന് ചോദിക്കും. അയ്യോ, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ ഓർമ്മ വരുമ്പോൾ പറയാം. അത് കേട്ട മോസസ് ദേഷ്യം വന്നിട്ട് അയാളോട് അവിടുന്ന് പോകാൻ പറയും. മറുഭാഗത്ത് രോഹനെ കാണാത്തത് കൊണ്ട് മായ രോഹന്റെ ഓഫീസിൽ വിളിക്കും. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറയും, രോഹൻ സാർ പ്രിയ മാമിന്റെ കൂടെ എവിടെയോ പോയി എന്ന്. അതറിഞ്ഞ മായ രോഹനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കും. രോഹൻ പറയും, ഞാൻ ഓഫീസിലാണ്, നാൻസിയുടെ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കിലാണ്. എനിക്ക് ഈ വർക്ക് ഡിലേ ആക്കാൻ പറ്റില്ല. ഐ ആം സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആകും. അവൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കിയ മായ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കോള് കട്ട് ചെയ്തതിന് ശേഷം മായക്ക് ദേഷ്യം വന്നിട്ട് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കും. ആ സമയം രോഹന്റെ പെറ്റായ ബോബി വന്നിട്ട് ആ ഫുഡൊക്കെ നക്കി തുടക്കുന്നുണ്ടാകും. ഇനിയിപ്പോ ഇവൾ അതിന് വല്ലതും ചെയ്യുവോ ആവോ. മായ വണ്ടി എടുത്ത് നേരെ പ്രിയയുടെ വീട്ടിലേക്ക് പോകും. പ്രിയയുടെ വീട്ടിലെത്തിയ മായ കാണുന്നത് രോഹനും പ്രിയയും ഇന്റിമേറ്റ് ആവുന്നതാണ്. അവൾക്കത് കണ്ട് സഹിക്കില്ല. പിറ്റേ ദിവസം രോഹൻ വീട്ടിൽ വന്ന് ബോബിയെ വിളിക്കുമ്പോൾ അവൻ അവിടെ എങ്ങും കാണില്ല. അങ്ങനെ അവൻ അതിനെ അന്വേഷിച്ച് എല്ലായിടത്തും നോക്കുമ്പോഴുണ്ടാകും മായയുടെ പെറ്റായ ആ അലിഗേറ്റർ ബോബിയെ കൊന്നിട്ട്. രോഹൻ അത് കണ്ട് കരഞ്ഞുകൊണ്ട് മായയുടെ അടുത്ത് പോകും. അന്നേരം മായ കരഞ്ഞുകൊണ്ട് രോഹനോട് പറയും, ഞാൻ ബോബിയെ രക്ഷിക്കാൻ ആവുന്നതും നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. രോഹൻ ചോദിക്കും, ബോബി എങ്ങനെയാ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്? മായ പറയും, ഞാൻ അകത്തായിരുന്നു, നോക്കുമ്പോഴുണ്ട് അവൻ പുറത്തു നിന്ന് കളിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് അവനെ പിടിക്കാൻ പോകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. രോഹൻ പറയും, വെയിറ്റ്, എൻ്റെ റൂമിൻ്റെ കീ നിന്റെ കയ്യിലും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് നീ ഇതെല്ലാം എൻ്റെ തലയിൽ ഇടാൻ പോകുകയാണോ? ഞാനാണ് ചെയ്തതെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവളുടെ റൂമിൽ പോയിട്ട് ഒരു തോക്കെടുത്തുകൊണ്ട് നേരെ പോയി ആ എലിഗേറ്ററിന് വെടി വെച്ച് കൊല്ലും. അത് കണ്ട രോഹൻ ഓടി വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ തോക്ക് പേടിച്ച് വാങ്ങിച്ചിട്ട് നിനക്കെന്താ വട്ടായോ എന്ന് ചോദിക്കും. അപ്പൊ മായ പറയും, ആ അതെ, എനിക്ക് വട്ട് തന്നെയാണ്, നിന്നോടുള്ള വട്ട്. ഐ ആം ഇൻ ലവ് വിത്ത് യു. എനിക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷേ നീ വിചാരിക്കുന്നത് പോലത്തെ ഇഷ്ടമല്ല. നിന്നെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ മായ ഭ്രാന്ത് പിടിച്ചതുപോലെ പറയും, അല്ല, നീ കള്ളം പറയുകയാണ്. നീ എന്നെ ഫോളോ ചെയ്തിട്ടാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ആയതെന്ന് എനിക്കറിയാം. നിന്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നീ എന്നെ ഡേറ്റിങ്ങിന് കൊണ്ടുപോയില്ലേ, അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് കരയും. രോഹന് തിരിച്ചെന്താ പറയേണ്ടതെന്ന് മനസ്സിലാകില്ല. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ രോഹനെ കാണാൻ മോസസ് വരുന്നതാണ് കാണിക്കുക. മോസസ് പറയും, എനിക്ക് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരുന്നു. വേറൊന്നുമല്ല, സ്വത്തിന് വേണ്ടിയാണ് പ്രിയ ഈ കൊലപാതകം നടത്തിയതെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്കെങ്ങനെ അറിയാനാ? മോസസ് പറയും, അല്ല, അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് നിനക്കറിയാതിരിക്കില്ലല്ലോ. മാത്രമല്ല, നാൻസി മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് നീ നാൻസിയെ വിളിച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാ? രോഹൻ പറയും, ഞാൻ ആ ദിവസം ഒരു പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാനും നാൻസിയും യാദൃശികമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ് ആ കോൾ. മോസസ് ചോദിക്കും, അന്ന് നാൻസിയെ കണ്ട കാര്യം നീ എന്തുകൊണ്ട് പ്രിയയോട് പറഞ്ഞില്ല? രോഹൻ പറയും, അത് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്താ ഡിഫറൻസ്? മോസസ് പറയും, ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലെങ്കിൽ പോലും പ്രിയയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. അടുത്ത സീനിൽ പ്രിയ ആ ബാറിൽ പോകും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സായ അവിടെയുള്ള ആ ബാർടെൻഡേഴ്സിനോട് അന്ന് പാർട്ടി നടന്ന സമയത്ത് നാൻസി ആരുടെ കൂടെയായിരുന്നു വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, എപ്പോഴും വരുന്ന ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് വന്നത്, പക്ഷേ അവൾ ഇറങ്ങിയത് ഒറ്റയ്ക്കായിരുന്നു. നാൻസി ഇവിടെ വെച്ച് രോഹനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഇവിടുന്ന് കുറച്ചു നേരം ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രോഹന്റെ കൂടെയാണോ അവൾ ഇവിടെ വന്നത്? അപ്പോൾ അവർ പറയും, അല്ല, രോഹൻ വേറൊരു പെണ്ണിന്റെ കൂടെയായിരുന്നു വന്നത്. അവൻ ഇവിടെ വെച്ചിട്ടാണ് നാൻസിയെ കണ്ടത്. അപ്പൊ പ്രിയക്ക് അതൊക്കെ കേട്ട് എന്തൊക്കെയോ ഡൗട്ട് വരും. പ്രിയ നേരെ രോഹന്റെ ഓഫീസിൽ പോയിട്ട് അവന്റെ മുഖത്ത് നോക്കി ഒന്ന് കൊടുത്തിട്ട് പറയും, നീ എന്തുകൊണ്ട് നാൻസിയെ അന്ന് രാത്രി കണ്ട കാര്യം എന്നോട് പറഞ്ഞില്ല? അപ്പൊ നീ നാൻസിയുടെ ആക്സിഡന്റ് നടന്ന ഒരു ദിവസം മുന്നേ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും എന്നോട് നീ പറഞ്ഞില്ലല്ലോ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? പ്രിയ പറയും, ഡിഫറൻസ് ഉണ്ട്. കാരണം നാൻസി കൊല്ലപ്പെട്ട അന്ന് രാത്രി നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര കാലം വിചാരിച്ചത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവൾ അവിടുന്ന് പോകും. അടുത്ത സീനിൽ രോഹൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് നിലവിളിച്ച് കരയുന്ന മായയാണ്. രോഹൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവൾ ആരോ രോഹന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അവളുടെ വീടിന്റെ ഡോറിൽ തൂക്കിയിട്ടത് കാണിച്ചു കൊടുക്കും. പ്രസന്റിൽ DSP ചോദിക്കും, അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആ ആക്സിഡന്റിന് കാരണം നിങ്ങളാണെന്നറിയുന്ന ആരോ ഒരാളാണ് നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അവിടെ വെച്ചത് എന്നാണോ? അല്ല, അതുപോട്ടെ, പ്രിയയുടെ കാര്യം എന്തായി? അവൾ പിന്നെ നിന്നെ വിളിച്ചോ? ഇനി പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. പ്രിയ ഫെരിയുടെ ഡ്രൈവറോട് രാത്രിയും രാവിലെയും നിങ്ങൾ ഇത് ഓടിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, പുലർച്ചെ 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവിടുത്തെ സർവീസ് ടൈം. അതിനുശേഷം ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്യും. കഴിഞ്ഞ സാറ്റർഡേ നിങ്ങൾ തന്നെയായിരുന്നോ ഫെരി ഓടിച്ചത്? അപ്പോൾ വേറെ ഡ്രൈവർ പറയും, സാറ്റർഡേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ രാത്രി 8 മണിക്ക് ഞങ്ങൾ സർവീസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫെരി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി വരാൻ വേറെ വഴിയുണ്ടോ? അപ്പോൾ അയാൾ പറയും, വേറൊരു വഴിയെന്ന് പറയുന്നത് ഓൾഡ് ബ്രിഡ്ജില്ലേ, അതുവഴി പോയി വരാനാകും. ആ റോഡിന്റെ അടുത്ത് വെച്ചാണ് നാൻസിക്ക് ആക്സിഡന്റ് ആയത്. അപ്പോൾ പ്രിയക്ക് എന്തൊക്കെയോ ഡൗട്ട് വരും. അവൾ മോസസിനെ കോൾ ചെയ്ത് എന്തോ പറയും, പക്ഷേ അത് നമ്മൾക്ക് കേൾക്കില്ല. പ്രിയ നേരെ രോഹന്റെ ഔട്ട് ഹൗസിലേക്ക് പോകും. ആ സമയം മായ രോഹൻ അവിടെ ഇല്ല എന്ന് പറയും. ഞാൻ അന്ന് പാർട്ടി നടന്ന ബാറിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എൻ്റെ സിസ്റ്റർ നാൻസിയും അവിടെ ഉണ്ടായിരുന്നു. നീ അവളെ അന്ന് തീർച്ചയായും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്കൊന്നും ഓർമ്മയില്ല. പ്രിയ ചോദിക്കും, നിങ്ങളന്ന് രാത്രി എങ്ങനെയാ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങൾ ഫെരി വരെ രോഹന്റെ കാറിൽ തന്നെയാണ് വന്നത്. ഫെരിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രോഹന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ പ്രിയ പറയും, പക്ഷേ രോഹന്റെ പോലീസ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഫെരിയിൽ കയറുന്നതിന് മുമ്പേ രോഹന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയെന്നാണല്ലോ.
ഇതൊക്കെ എന്തിനാ നീ എന്നോട് ചോദിക്കുന്നേ? കാരണം നീ കള്ളം പറയുകയാണ്. നിങ്ങൾ രണ്ടാളുമാണ് ആ ആക്സിഡന്റിന് കാരണം. നിങ്ങൾ ആ സമയത്ത് കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതും നാൻസി ഇടിച്ചതും. എന്നിട്ട് നിങ്ങൾ പോലീസിനെ പേടിച്ചിട്ടാണ് ബോഡി അവിടെ ഇട്ടിട്ട് അവിടുന്ന് പോയത്. അപ്പോൾ മായ, അല്ല ഞങ്ങളല്ല, നീയാണ് അവളെ സ്വത്തിന് വേണ്ടി കൊന്നതെന്ന് പറയും. അല്ല, എൻ്റെ സിസ്റ്ററിന്റെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അത് കേട്ട മായ ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടാൻ നോക്കുമ്പോൾ പ്രിയ പിറകെ വന്ന് അവളെ അടിക്കാൻ നോക്കും. മായ അവളെ പിടിച്ച് മാറ്റിയിട്ട് അവിടുന്ന് ഓടും. പ്രിയ മായ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ മായ പിറകിലൂടെ വന്ന് ഒരു പാഡിലെടുത്ത് അവളെ അടിക്കാൻ നോക്കും. എന്നാൽ പ്രിയ അത് തട്ടിമാറ്റും. അന്നേരം മായ പ്രിയയുടെ കൈ പിടിച്ചു ഒടിക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കില്ല. പിന്നെ കാണിക്കുന്നത് രോഹനെയാണ്. അവൻ വണ്ടിയിൽ പോകുമ്പോൾ അവനൊരു കോള് വരും. അത് മായയായിരിക്കും. അവൾ എന്തൊക്കെയോ അവനോട് പറയും. പക്ഷെ എന്താണെന്ന് നമ്മളെ കാണിക്കില്ല. അതെല്ലാം കേട്ട് ഞെട്ടിയ രോഹൻ നേരെ മായയുടെ വീട്ടിലേക്ക് പോകും. രോഹൻ വന്ന് നോക്കുമ്പോൾ മായ അവിടെ എങ്ങും കാണില്ല. അവൻ മായയുടെ അച്ഛനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ മായ പിറകിലൂടെ വന്ന് പേടിൽ കൊണ്ട് അവന്റെ തലക്കടിക്കും. ശേഷം മായ റെയിൻകോട്ട് ഇട്ട് എവിടേക്കോ പോകാൻ നോക്കുമ്പോഴുണ്ടാകും അവളുടെ തൊട്ടു മുമ്പിൽ മോസസ് അവളോട് പ്രിയ എവിടെയെന്ന് ചോദിക്കും. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? പ്രിയ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞത് അവൾക്കാരാ നാൻസിയുടെ കൊലയാളി എന്ന് മനസ്സിലായി എന്നാണ്. അവളാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പൊ മായ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അന്നേരം മോസസ്, പിന്നെ എങ്ങനെയാ പ്രിയയുടെ കാർ ഇവിടെ വന്നത്? ഏതായാലും ഞാൻ അവളെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവളെ വിളിക്കും. അപ്പൊ മായയുടെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് പ്രിയയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടാകും. മോസസ് ആ കാറിന്റെ ഡിക്കി തുറക്കാൻ നോക്കുമ്പോൾ മായ പേഡിൽ കൊണ്ട് അയാളുടെ തലക്കടിച്ച് കൊല്ലും. മറുഭാഗത്ത് നേരത്തെ അടികൊണ്ട രോഹന് ബോധം വരും. അവൻ നോക്കുമ്പോൾ അവന്റെ റൂമിലായിരിക്കും. അവൻ മായയെ അന്വേഷിച്ച് ഒരു റൂമിൽ എത്തുമ്പോഴുണ്ടാകും മായ കൊന്ന ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസും പിന്നെ അതിൻ്റെ അടുത്തായി മോസസിന്റെ ബോഡിയും അതിൻ്റെ തൊട്ടിപ്പുറത്തായി അവൻ്റെ ടേബിളിൽ നിന്ന് മിസ്സായ അവൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോയും. അന്നേരം അവൻ അവിടെ ഒരു ബുക്ക് കാണും. അവൻ അത് തുറന്നു നോക്കുമ്പോൾ മായയുടെ സിസ്റ്റർ വെള്ളത്തിൽ മുങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആയിരിക്കും. അതോടെ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ആ സമയം മായ അവിടെ വരും. അപ്പൊ രോഹൻ, നിന്റെ സിസ്റ്റർ മരിച്ചല്ലേ, നീ അവരെ കൊന്നതാണെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ പിടിക്കും. അന്നേരം അവൾ അവനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറയും, അതെ ഞാനാണ് കൊന്നത്. അവൾ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനവും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുമായിരുന്നു. ഇനി അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ നിന്നെയും തട്ടിയെടുക്കുമായിരുന്നു. ഞാനാണ് നാൻസിയെയും ബോബിയെയും എല്ലാവരെയും കൊന്നത്. അന്ന് രാത്രി ഞാൻ നാൻസിയെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. പക്ഷെ പ്രിയ, അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. അതും പറഞ്ഞ് അവൾ അവനെ തോക്ക് ചൂണ്ടി കൈയും കണ്ണും കെട്ടി ലൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകും. ലൈറ്റ് ഹൗസിൽ എത്തിയ ശേഷം അവൾ അവന്റെ കണ്ണിന്റെ കെട്ടഴിക്കും. അന്നേരം രോഹൻ കാണുന്നത് പ്രിയയെ മായ കൈയൊക്കെ ടൈ ചെയ്ത് ജീവനോടെ ഒരു ചേരൽ കെട്ടിയിട്ട് തൂക്കിയിട്ടതായിരിക്കും. രോഹൻ വേഗം പോയി പ്രിയയെ രക്ഷിക്കാൻ നോക്കുമെങ്കിലും അവന് ഫിയർ ഓഫ് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നും. രോഹന് മായ പ്രിയ എഴുതിയ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കൺഫഷൻ ലെറ്റർ കൊടുക്കും. അതിൽ ശരിക്കും മായ എഴുതിയതായിരിക്കും, പ്രിയയുടെ പേര് വച്ചിട്ട്. അതിൽ ഇങ്ങനെയായിരിക്കും, സ്വത്തിന് വേണ്ടി ഞാനാണ് നാൻസിയെ കൊന്നത്. അതിൽ വേറെ ആർക്കും പങ്കില്ല. സോ ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പ്രിയയെ കൊണ്ട് അവളുടെ സൈനും കൂടി വെപ്പിച്ചിട്ടുണ്ടാകും. മായ എന്നിട്ട് രോഹനോട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കരയും. അന്നേരം രോഹന് പെട്ടെന്നൊരു ഐഡിയ തോന്നും. അവൻ മായയോട് സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങും. സംസാരിച്ച് അവൻ മായയുടെ കയ്യിൽ നിന്ന് ആ ഗണ്ണ് തട്ടിപ്പറിക്കും. അന്നേരം മായ അവനെ പേടിച്ച് തള്ളിയിട്ടിട്ട് ഓടിപ്പോയി പ്രിയയെ തൂക്കിയിട്ടൊരു കയറ് മുറിക്കും. അന്നേരം രോഹൻ ഓടിപ്പോയി ആ കയറ് പിടിക്കും. അതേസമയം രോഹനും മായയും തമ്മിൽ ഉന്തും തള്ളുമായിരിക്കും. അതിനിടയിൽ മായയുടെ കാല് തെന്നി താഴേക്ക് വീഴും. താഴേക്ക് വീണ അവൾക്ക് മെറ്റൽ ബാറിൽ ഒരു പിടുത്തം കിട്ടും. എന്നിട്ടും പ്രിയയെ കൊന്നേ അടങ്ങുള്ളൂ എന്ന വാശിയിൽ പ്രിയയെ കത്തി കൊണ്ട് കുത്താൻ നോക്കും. ആ സമയം പ്രിയ എങ്ങനെയല്ലോ അവളുടെ കയ്യിൽ കെട്ടിയ കയറ് അഴിക്കും. അപ്പൊ രോഹൻ പ്രിയയെ കൈ പിടിച്ച് കയറ്റും. അന്നേരം പ്രിയ രോഹനോട് മായയെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയും. രോഹൻ മായയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈ താഴേക്ക് ഇട്ടുകൊണ്ട് പറയും, സ്നേഹം ഒരിക്കലും തട്ടിപ്പറിച്ച് നേടാനുള്ളതല്ല, അതറിഞ്ഞുകൊണ്ട് കൊടുക്കേണ്ടതാണ്. വാ, നീ എൻ്റെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറി. പക്ഷെ മായ ഇല്ല എന്ന് പറഞ്ഞ് ആ പിടുത്തം വിടും. അങ്ങനെ അവൾ മരിക്കും. ആ സീൻ അവിടെ കട്ടാകും. ഇവിടെ പ്രസന്റിൽ DSP രോഹനോട് പറയും, നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം എവിഡൻസ് ആയിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ പേടിക്കാനൊന്നുമില്ല. നീ ഇനി ഏതായാലും പോയിട്ട് റെസ്റ്റ് എടുക്ക്. നാളെ രാവിലെ സ്റ്റേഷനിൽ വാ,
ഞാൻ എന്തായാലും നിനക്ക് ജാമ്യം വാങ്ങിത്തരാം. കരൺ DSPയോട് പറയും, ഞാൻ ഹോം മിനിസ്റ്ററോട് പോയിട്ട് നിങ്ങളുടെ ട്രാൻസ്ഫർ റദ്ദാക്കാൻ വേണ്ടി പറയാം. DSP പറയും, അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന 5 വർഷത്തേക്ക് രോഹനി എന്തായാലും ഈ കാര്യം ഓർത്ത് പേടിക്കേണ്ടി വരില്ല. രോഹൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. പുറത്തു വന്ന രോഹൻ പെക്യുലറായ രീതിയിൽ ചിരിക്കും. ഇവിടെയാണ് മക്കളെ ശരിക്കും കഥ എന്താണെന്നും എങ്ങനെയാണെന്നും പറയാൻ പോകുന്നത്. നാൻസിയെ കൊന്നത് ശരിക്കും മായയല്ല, രോഹനായിരുന്നു. രോഹനും മായയും നാൻസിയുടെ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ് ഇത് മുഴുവനും. രോഹൻ അവന്റെ പാസ്റ്റിൽ പറഞ്ഞത് വില്ലത്തി മായയാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മായ ആയിരുന്നില്ല എല്ലാം ചെയ്തു കൂട്ടിയത്, പ്രിയയും രോഹനുമായിരുന്നു. എന്നിട്ടെല്ലാം മായയുടെ തലയിലിട്ടു. സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ രോഹന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് കഥ പോയത്. അതായത് തെളിച്ചു പറഞ്ഞാൽ രോഹൻ പറഞ്ഞത് മുഴുവനും പച്ചക്കള്ളമായിരുന്നു. മായ ആയിരുന്നില്ല, ശരിക്കും രോഹനായിരുന്നു അവളുടെ പിറകെ നടന്നത്. ഇവരുടെ കള്ളത്തരം മനസ്സിലാക്കിയ മായയാണ് മോസസിനെ അന്ന് ആ ഔട്ട് ഹൗസിൽ വിളിച്ചു വരുത്തിയത്. അന്ന് മോസസിനോട് സംസാരിച്ചത് മായ ആയിരുന്നില്ല, പകരം രോഹനായിരുന്നു. അവനായിരുന്നു മോസസിനെ കൊന്നതും. ചുരുക്കി പറഞ്ഞാൽ കേസിന്റെ പിറകെ പോയതും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചതും പ്രിയ ആയിരുന്നില്ല, മായയായിരുന്നു. രോഹനാണ് മായയെ ഭീഷണിപ്പെടുത്തി കൺഫഷൻ ലെറ്ററിൽ സൈൻ ചെയ്യിപ്പിച്ചത്. അതായത് നാൻസിയെ കൊന്നത് മായയാണെന്ന് പറഞ്ഞിട്ട്. മായ ഇതൊന്നും ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടും അവൻ അവളെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നു. ശരിക്കും DSP പറഞ്ഞത് 5 വർഷത്തേക്ക് ഇനി രോഹന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. അതിന്റെ അർത്ഥം 5 വർഷത്തിന് ശേഷവും ഇനിയും പോലീസുകാർ ഈ കേസിന്റെ പിറകെ വരുമെന്നാണ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കും. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത സിനിമയായിട്ട് ഞാൻ വരാം. ബൈ.